ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 20,000 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 6 കിടിലൻ സ്മാർട്ട് ഫോൺസാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ സ്മാർട്ട് ഫോൺ സാംസങ് F23 5G. ഇതിൻ്റെ കറണ്ട് പ്രൈസിംഗ് എന്ന് പറയുന്നത് 16,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. എല്ലാ സ്മാർട്ട് ഫോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.6 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 750 5G ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേരിയൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 4GB വേരിയൻറ്റും 6GB വേരിയൻറ്റ് അവൈലബിൾ ആണ്. സ്റ്റോറേജ് വരുന്നത് 128GB ആണ്. മെയിൻ ക്യാമറാസ് വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആൻഡ് 2 മെഗാ പിക്സൽ മാക്രോ ആണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി 4K ആയിട്ട് 30 FPS ആണ്. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലാണ്. വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി 1080 ആയിട്ട് 30 FPS ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററി വരുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IQOO Z6 ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസിംഗ് എന്ന് പറയുന്നത് 13,999 രൂപയാണ്. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൽ 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4GB 6GB 8GB വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. സ്റ്റോറേജ് വരുന്നത് 128GB ആണ്. ഇനി ഇതിൻ്റെ മെയിൻ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തും വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് 1080 ആയിട്ട് 30 FPS ആണ് മാക്സിമം റെക്കോർഡിംഗ് കപ്പാസിറ്റി വരുന്നത്. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ആണ്. ഇവിടെയും വീഡിയോ റെക്കോർഡിംഗ് 1080 ആയിട്ട് 30 FPS ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള സ്മാർട്ട് ഫോൺ REALME 9 Pro 5G ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസിങ് 19,000 രൂപയാണ്. 6.6 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. 6GB റാം 8GB റാം വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. സ്റ്റോറേജ് വരുന്നത് 128GB ആണ്. ഇനി ഇതിൻ്റെ മെയിൻ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 64 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ. മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി 1080 ആയിട്ട് 30 FPS ആണ്. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1080 ആയിട്ട് 30 FPS തന്നെയാണ് വരുന്നത്. 5000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IQOO Z6 Pro ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസിങ് 23,999 രൂപയാണ്. നിങ്ങളിതിൽ ബാങ്ക് ഓഫറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000 ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. കിടില ഒരു സ്മാർട്ട് ഫോണാണ്. 20,000 റുപ്പീസ് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു അമോൾഡ് ഡിസ്പ്ലേ വരുന്നത് 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 778 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6, 8, 12 റാം വേരിയൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ സ്റ്റോറേജ് 128ഉം 256 വേരിയൻറ്റ്സും അവൈലബിൾ ആണ്. മെയിൻ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 64 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 1080 ആയിട്ട് 30 FPS ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി. അതേപോലെ തന്നെ ഇതിൽ EIS എനേബിൾഡ് ആണ്. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080 30 FPS ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ്. ആൻഡ് ഇതിൽ 4700 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ ഒരു ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ഉണ്ട്. 1 മുതൽ 50% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 18 മിനിറ്റ് കൊണ്ട് പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X4 Pro ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസിങ് 19,999 രൂപയാണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു അമോൾഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ്. ആൻഡ്രോയിഡ് 11 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് എല്ലാ സ്മാർട്ട് ഫോൺസും ആൻഡ്രോയിഡ് 12 വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 695 ആണ്. ഇതിൽ 6GB റാം വേരിയൻസും 8GB റാം വേരിയൻ്റ് അവൈലബിൾ ആണ്. 64, 120, 256 3 വേരിയൻസിൽ 3 സ്റ്റോറേജ് വേരിയൻസ് അവൈലബിൾ ആണ്. ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ്. നമുക്കിതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാ പിക്സലായ 108 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 64 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് 8 മെഗാ പിക്സലും മാക്രോ 2 മെഗാ പിക്സലുമാണ്. ഇവിടെയും 1080 ആയിട്ട് 30 FPS ആണ് വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുന്നത് സെയിം 16 മെഗാ പിക്സലാണ്. 16 മെഗാ പിക്സൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം സെൽഫി ക്യാമറസിലെല്ലാം തന്നെ കാണുന്നത്. ഇവിടെയും 1080 ആയിട്ട് 30 FPS ആണ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതായത് ഏകദേശം 70% ചാർജ് 22 മിനിറ്റ് കൊണ്ട് കയറും. അതേപോലെ തന്നെ 100% ആവാൻ ഏകദേശം ഒരു 40-41 മിനിറ്റ് കൊണ്ട്
100% ചാർജ് കയറുന്നതാണ് കമ്പനി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 11 Pro Plus ആണ്. ഇതിൻ്റെ പ്രൈസിങ് 20,999 ആണ്. നിങ്ങൾക്ക് ഓഫറിൽ ഇത് 20 താഴെ കിട്ടും. ഇത് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഈ കൂട്ടത്തിലെ. 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് 120 Hz ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ടഡ് ആണ്. Android 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ Dimensity 920 ആണ്. ഇത് 6GB 8GB റാം വേരിയൻസിൽ അവൈലബിൾ ആണ്. 128GB 256GB എന്നീ സ്റ്റോറേജ് വേരിയൻസിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 108 MP ആണ്, വൈഡ് ആംഗിളാണ്. അതേപോലെ തന്നെ 8 MP അൾട്രാ വൈഡും 2 MP ഒരു മാക്രോ ആണ് വരുന്നത്. ഇതിൽ 4K 30 FPS റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. സെൽഫി ക്യാമറ സ്ഥിരം 16 MP തന്നെയാണ്. ആൻഡ് 1080 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ്. 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 100% ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.